ജാതി മരം കണ്ട കാ വീണ് കിടക്കുന്ന കാ പറക്കാമോ? അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇത് വെച്ച് ഇതിൻ്റെ തോട് കൊണ്ട് നമ്മൾ ആ തോട് അരിഞ്ഞ് നമ്മൾ ഉപ്പിലിടുന്ന ഒരു പാചകമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ സഹായിക്കാം. എടുത്തോ. ഒരു ഷെൽട്ട് പോലെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ജാതിക്കയുടെ തോട് ഉപ്പിലിടാൻ പോവുകയാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ജാതിക്ക തോട് ഉപ്പിലിടുന്നതാണ്. ഇതാണ് ജാതിക്ക. അറിഞ്ഞുകൂടാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ പൊളിച്ചെടുത്ത തോടാണ് ഈ ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഉപ്പിലിടും. ഇനി അതിൻ്റെ അരിയുണ്ട്, അതിങ്ങനെ പൊളിച്ചെടുത്ത ഈ അരിയുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ നല്ല ഔഷധമുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ജാതിപത്രി. ഈ ജാതിക്ക ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഇതിനകത്തിരിക്കുന്ന അരി നമ്മൾ പൊളിച്ച് എടുക്കുന്നു. ഇതാണ് ഇങ്ങനെ ഇത് അരിയായിട്ട് എടുക്കും. ഇത് നമ്മളിന്ന് ഇതിനകത്ത് ഉപ്പിലിടുന്നത് ജാതിക്ക ഈ തോടാണിത്. നമുക്കിത് കട്ട് ചെയ്യാം. ഇതിന്റെ തോട് ഇതൊന്നും കളയാതെ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് ഇത്ര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. ഇതിന് നല്ല മണമുണ്ടല്ലോ. ജാതിക്കയുടെ മണം മണത്ത് നോക്കിയാൽ എന്താ നല്ല മണമാണ്. നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതിലൊരു ചെറിയ കറയുണ്ട്. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഊറ്റി വെക്കാം. ഊറ്റി ഒരു പാത്രത്തിൽ ഊറ്റി നല്ല ഫ്രഷായിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിടുന്നത് കാണിക്കാം. ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഈ വെള്ളം വെച്ച് ഇനി നമുക്ക് ചൂടാവട്ടെ. വെള്ളം ചൂടായിട്ട് ചെറിയ ചൂട് മതി, വലിയ ചൂട് വേണ്ട. ഇത് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഉപ്പും കായവും കൂടെ ഞാൻ വറുത്ത് വെച്ചേക്കുന്നതാണ്, ചൂടാക്കി വെച്ചേക്കുന്നതാണ്. അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ജാതിക്ക അതിനകത്തോട്ട് ഇടാം. നമുക്ക് ഇത് കോരിയെടുത്ത് അരിവാലയിൽ കോരിയെടുത്ത് ഇങ്ങനെ ഊറ്റി വയ്ക്കും. കോരി ചൂരിലാവിയിൽ കോരി വയ്ക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തോർന്ന് കിട്ടും. നേരത്തെ ചെറിയ കറയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയല്ലേ? കറയെല്ലാം പോയി നല്ല ഇതായിട്ടുണ്ട്. കറയെല്ലാം പോയിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് ഊറ്റി ചൂരിലാവിയിൽ ഊറ്റി വെച്ചൊക്കെയാണ്. വെള്ളം ഇപ്പോൾ വാർന്ന് പോകും. ഇനി നമുക്കിത് ഉപ്പിലിട്ട് തയ്യാറാക്കിയെടുക്കാം. ഉപ്പിലിടുന്ന ജാതിക്കയിൽ ഉപ്പിലിടുന്നതിന് വേണ്ടി കാന്താരി മുളക് നമ്മൾ ഇത്രയും പറിച്ച് വെച്ചേക്കാണ്. അതിന് നമ്മൾ അല്പം എണ്ണ ഒഴിച്ച് കടുവറുത്ത് ഈ മുളകിനെ വാട്ടിയെടുക്കണം. അല്പം തേങ്ങ എണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മളെ കടി പൊട്ടാൻ തുടങ്ങി. ഇനി മുളക് ഇട്ട് കൊടുക്കാം. നമ്മളെ കാന്താരി ഈ കാന്താരി മുളക് ഇപ്പോൾ ഇതാ വാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ജാതിക്കയും കൂടെ വാട്ടി വെച്ചേക്കുന്ന ജാതിക്കയും കൂടെ ഇതിലോട്ടിടും.
ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഇതിന് ഇനി ചേർക്കേണ്ടത് ഉപ്പും കായപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇതിന് ചേർക്കേണ്ടത്. ഇട്ടോ. ഇനി നമുക്കൊരു അല്പം മഞ്ഞപ്പൊടി കൂടെ ഇടാം. ഇത്തിരി ഇട്ടാല്ലേ? മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പിലിടുന്നത്. മഞ്ഞൾപ്പൊടി ഇടുന്നത് തന്നെ ഏത് വിഷാംശവും പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് അല്പം മഞ്ഞൾപ്പൊടിയൂടെ കൂട്ടിയത്. നല്ല മണമല്ലേ മാമ? നല്ല ഉപ്പിൻ്റെയും കായത്തിൻ്റെയും കാന്താരി മുളകിൻ്റെയും നല്ല അതീവ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പിലിടുന്നതായതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വയ്ക്കാം. ഉപ്പിലിട്ട് വയ്ക്കുന്നതല്ലേ, വെള്ളം ചൂടാക്കിയതല്ലേ? ചെറിയ ചൂടാക്കിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നത്. ഇനി നമ്മളിത് തണുക്കുമ്പോൾ ഭരണിയിലങ്ങ് കോരി വയ്ക്കും. ജാതിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല സ്വാദുമായ ജാതിക്ക ഉപ്പിലിട്ടത്. ഇനി നമുക്ക് ഇത് ഭരണിയിലേക്ക് കോരി വയ്ക്കും. അതീവ ടേസ്റ്റാണ്. വയറിനൊക്കെ നല്ല സുഖം തരുന്നതാണ്. ഇത് എപ്പോഴും വേണോ കഴിക്കാം, വെറുതെ എടുത്ത് കഴിക്കാം, അതിൻ്റെ കുഴപ്പവും കാണില്ല. കാന്താരി മുളക് നല്ല കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ല സൂപ്പറാണ് കാന്താരി മുളക്. എപ്പോഴും വേണമെങ്കിലും കഴിക്കാം. നമുക്ക് കൊച്ചുകുട്ടികൾക്കും എപ്പോഴും കഴിക്കാം. നല്ല സൂപ്പർ മണവും. ജാതിക്ക എന്ന് പറയുമ്പോൾ അത് വയറിനൊക്കെ നല്ല ആശ്വാസം കിട്ടുന്ന ഒരു സാധനമാണ്. സൂപ്പർ. ഇതിപ്പോ ഒരു ഭരണിയുടെ ഒരു മുക്കാലോളം വരും അല്ലേ? നമ്മൾ റെഡിയായി. ടേസ്റ്റ് ചെയ്യണം. ഇത് ഉപ്പ് പിടിക്കാൻ 2 ദിവസം എടുക്കും ജാതിക്കയിൽ. അപ്പോഴാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമുക്ക് അല്പം ഇതിൻ്റെ ചാറ് കൊടുക്കാം. കായത്തിൻ്റെ നല്ല ടേസ്റ്റ് സൂപ്പർ. നല്ല പുളിപ്പൊക്കെ ഉണ്ട്. അടിപൊളി. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഒരല്പം വിനാഗിരിയൂടെ ഒഴിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ വിനാഗിരി ഒഴിക്കാം. ചിറ്റായി പോകുന്നതിന് ഒരു ചെറിയ പുളിപ്പൂടെ വരാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കുന്നത്. ജാതിക്ക എല്ലാവർക്കും കിട്ടുന്നെങ്കിൽ അതൊന്ന് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിരുന്നാലും നല്ലതാണ്. വയറ്റിന് നല്ല കത്തലിന് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. കുട്ടികൾക്ക് എപ്പോഴും വേണോ ഇങ്ങനെ എടുത്ത് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വിജയിച്ചു പോകാൻ പറ്റൂ. കൂടെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മളിടുന്ന അമേസിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.